റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. രോഗശയ്യയിലാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്രിമത്ത് ഇബ്നു അബ്ദുൽ മലിക് കടന്നു വരുന്നത്. യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ. നിങ്ങൾക്കൊരുപാട് മക്കളുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പത്ത് എടുത്തു വെച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടോ? അമീറുൽ മുഅ്മിനീൻ. വലിയ ധനികനായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാ സമ്പത്തും സ്ഥാനവും വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ആളാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഹറംതഹും ഹാദൽ മാൽ അല്ലദീ ബൈന യദൈക്, നിങ്ങൾ വലിയ സമ്പന്നനായിരുന്നല്ലോ അമീറുൽ മുഅ്മിനീൻ. നിങ്ങളുടെ സമ്പത്തെല്ലാം ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തിട്ട് മക്കൾക്ക് ലഭിക്കാതെ പോയല്ലോ. അവർക്കുള്ള സമ്പത്തിനെ നിങ്ങൾ തടഞ്ഞു വെച്ചല്ലോ അമീറുൽ മുഅ്മിനീൻ. നിങ്ങളുടെ വഫാത്തിന് ശേഷം എങ്ങനെയാണ് ഈ മക്കൾ ജീവിക്കുക? അതുകൊണ്ട് ലൗ ഔസൈത ബിഹിം അമീറുൽ മുഅ്മിനീൻ, എന്നോട് വസിയത്ത് ചെയ്യൂ, ഞാൻ അവർക്ക് സംഭാവന ചെയ്യാം. ബൈത്തുൽ മാലിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് മക്കൾക്ക് നൽകാൻ എന്നോട് വസിയത്ത് ചെയ്യൂ, ഞാൻ കൊടുത്തോളാമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം നോക്കി മരിക്കാൻ കിടക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത്, അജ്ലിസൂനി, നിങ്ങൾ എന്നെ ഒന്ന് ഇരുത്തുവീൻ. കടന്നിരിക്കുകയാണ്, എണീക്കാൻ പറ്റുന്നില്ല. അജ്ലിസൂനി, നിങ്ങൾ എന്നെ ഇരുത്തണം, നിങ്ങൾ എന്നെ ഇരുത്തണം. ഫഇന്നീ വല്ലാഹി മാ മനഅതുഹും, അവർക്ക് അല്ലാഹു നൽകേണ്ട ബാധ്യതകളെ ഞാൻ തടഞ്ഞു വെച്ചിട്ടില്ല. അല്ലാഹു അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലാഹു കൊടുക്കുക തന്നെ ചെയ്യും. അവർക്ക് ലഭിക്കേണ്ടതിനെ ഞാൻ തടഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇക്രിമത്ത് ഇബ്നു അബ്ദുൽ മലിക്, ഫഇന്നമാ വസിയ്യി വവലിയ്യി ഫീഹിമുല്ലാഹ്, ഞാൻ നിങ്ങളോട് പൈസ കൊടുക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നില്ല. ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഞാൻ ഇവരെ വിട്ടേച്ചു പോകുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലദീ നസ്സലൽ കിതാബ ബിൽ ഹഖ്, വിശുദ്ധ ഖുർആനിനെ ഇറക്കിയ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നത്. വഹുവ യതവല്ലസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമില്ലേ? അതുകൊണ്ട് ആ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നത്. എന്തിനാണ് ഞാൻ പൈസ ഇവിടെ ഇട്ടേച്ചു പോകുന്നത്? എന്തിനാണ് എന്റെ മക്കളെ ഞാൻ ഇവിടെ ഒരുപാട് സമ്പത്ത് നൽകി അവരെ ഇവിടെ ദൂർത്തടിക്കാനും ഇവിടെ തോന്നിവാസങ്ങൾ ചെയ്യാനും വേണ്ടി ഞാൻ ഇവിടെ പൈസ എന്തിനാണ് ഇട്ടേച്ചു പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇക്രിമയോട് ചോദിക്കുകയാണ്. അല്ലാഹു ചോദിക്കുമത്രേ ഓരോ ആളുകളോടും നാളെ മരിച്ചു കഴിഞ്ഞാൽ, അന്ന അബ്ദീ, എന്റെ അടിമയെ, എന്റെ സൃഷ്ടിയെ, എന്റെ അടിമയെ, അഅതൈതുക മാലൻ, ഞാൻ നിനക്ക് സമ്പത്ത് നൽകിയിട്ടില്ലേ? ഫമാദാ സ്വനഅത ഫീ, ആ സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്തത്? നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്തത്? അപ്പോഴാണ് അടിമ അല്ലാഹുവിനോട് പറയുന്നത്, യാ റബ്ബി, എന്റെ റബ്ബേ, അതിൽ നിന്ന് ഒന്നുപോലും ഞാൻ ചെലവഴിച്ചിട്ടില്ല അല്ലാഹ്. മഖാഫത്തൽ ഫഖ്രി അലാ ഔലാദി മിൻ ബഅദി, എന്റെ മക്കളെ നോക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ റബ്ബേ. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് ഒന്നുപോലും ചെലവഴിച്ചിട്ടില്ല, എല്ലാം എന്റെ മക്കൾക്ക് ഏൽപ്പിച്ചു പോയതാണ്. ഒരുപാട് കോംപ്ലക്സുകളുണ്ട്, ഒരുപാട് ഭൂമിയുണ്ട്, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ട്, എല്ലാം എന്റെ മക്കൾക്ക് വിട്ടേച്ചു പോയതാണ് റബ്ബേ. ഫയഖൂലുല്ലാഹ്, അല്ലാഹു ആ മനുഷ്യനോട് പറയുമത്രേ, അലം തഅലം, ഏ മനുഷ്യ, ഏ സൃഷ്ടിയെ, നിനക്കറിയില്ലേ, ബിഅന്നീ, ഞാനാണ് റസ്സാഖ്,
അർ-റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഞാനാണല്ലോ മനുഷ്യന്മാർക്ക് ഭക്ഷണം നൽകുന്നത്, ഞാനാണല്ലോ സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകുന്നത്. അത് നിനക്കറിയില്ലേ? നിന്നോടാരാണ് മക്കൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി സമ്പത്തും സ്ഥലവും സൗകര്യങ്ങളും ഇട്ടേച്ചു പോകാൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാനല്ലേ പറഞ്ഞത്? ഇന്നല്ലദീ ഖശീതഹു അലാ ഔലാദിക, നിന്റെ മക്കൾ ദരിദ്രരാകുമോ, നിന്റെ മക്കൾ പട്ടിണിയാകുമോ എന്ന് ഭയന്നിട്ടല്ലേ നിങ്ങൾ ചെലവഴിച്ചത്? ഒന്നും ചെലവഴിക്കാതെ എല്ലാം ബാക്കി വെച്ച് മരിച്ചു വന്നത്. നീ പേടിച്ചു പോയ സംഭവം ഖദ് അൻസൽതുഹു ബിഹിം, നീ പേടിച്ചത് മക്കൾ പട്ടിണിയാകരുതെന്നാണ്. പക്ഷേ നീ സമ്പത്ത് ബാക്കി വെച്ചിട്ടും ഞാൻ അവരെ പട്ടിണിയാക്കിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ. നോക്കണം മുഅ്മിനീങ്ങളെ, വളരെ പേടിക്കേണ്ട ഒരു ഹദീസാണ്. അല്ലാഹു ചോദിക്കുകയാണ് നാളെ മഹ്ശറയിൽ, എന്തുകൊണ്ട് നീ പൈസ ചെലവഴിച്ചില്ല? അപ്പൊ അയാൾ പറയാൻ, റബ്ബേ, എന്റെ മക്കളുടെ ഉത്തരവാദിത്വം എന്റെ കയ്യിലാണ്, അതുകൊണ്ട് റബ്ബേ ഞാൻ പൈസയൊക്കെ മക്കൾക്ക് വേണ്ടി അവിടെ ബാക്കി വെച്ച് വന്നതാണ്. അപ്പോൾ അല്ലാഹു ആ മനുഷ്യനോട് പറയാൻ, നിനക്കറിയില്ലേ ഞാനാണ് ഭക്ഷണം നൽകുന്നത്, നിന്നോട് ആരാണ് ഇട്ടേച്ചു വരാൻ പറഞ്ഞത്? നീ പേടിച്ചത് നിന്റെ മക്കൾ ദരിദ്രരാകുമെന്നല്ലേ, അതുകൊണ്ട് നിന്റെ മക്കൾ ദരിദ്രരായി പോയിട്ടുണ്ട്, ഞാൻ അവരെ ദരിദ്രരാക്കിയിരിക്കുകയാണ്, നിനക്ക് എന്നിൽ തവക്കുലില്ല അല്ലേ? രണ്ടാമത്തൊരടിമയെ അല്ലാഹു വിളിക്കുകയാണ്, അഅതൈതുക മാലൻ ഫമാദാ സനഅത ഫിയ, ഞാൻ നിനക്ക് സമ്പത്ത് നൽകിയില്ലേ, ആ സമ്പത്ത് കൊണ്ട് നീ എന്താണ് ചെയ്തത്? യാ റബ്ബി, എന്റെ റബ്ബേ, അൻഫഖ്തുഹു അലാ കുല്ലി മുഹ്താജിൻ വമിസ്കീൻ, എനിക്ക് ലഭിച്ച സമ്പത്ത് എല്ലാം ഞാൻ പാവപ്പെട്ടവനും ദരിദ്രനും ചെലവാക്കി റബ്ബേ. എനിക്കുറപ്പുണ്ട് ബിഅന്നക ഖൈറുൻ ഹാഫിളാ, നീയാണ് മക്കളെ സംരക്ഷിക്കുന്നത് എന്ന ബോധം എനിക്കുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാനാണെന്നും എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ഉപേക്ഷിച്ചില്ല, എല്ലാം ദീനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, അനൽ ഹാഫിളു ലി ഔലാദിക മിൻ ബഅദിക, നിന്റെ മക്കളെ ഞാൻ സംരക്ഷിച്ചോളാം, നിന്റെ മക്കളെ ഞാൻ സംരക്ഷിച്ചോളാമെന്ന് അല്ലാഹു പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഓർമ്മയില്ലേ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ വന്ന ഇക്രിമയോട് ചോദിക്കുകയാണ്. എന്റെ മക്കൾക്ക് ഞാൻ ഇവിടെ ഒന്നും വെച്ചു പോകുന്നില്ല, അവരെ അല്ലാഹുവിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഫഇന്നമാ വസീ, ഞാൻ വസിയത്ത് ചെയ്യുന്നത്, ഞാൻ ഏൽപ്പിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഇന്ന അബ്നാഇ അഹദു റജുലൈൻ, എന്റെ മക്കൾ രണ്ടാലൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്റെ മക്കൾ ഒന്നുകിൽ സ്വാലിഹീൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ആളാണ്. ഇമ്മാ റജുലുൻ സ്വാലിഹൻ, നല്ല അല്ലാഹുവിനെ ഭയക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഫസയുഈനുഹു അല്ലാഹു മിൻ ഫളി, നല്ലവരായ ആളുകളെ അല്ലാഹു സഹായിക്കുമല്ലോ, ഞാൻ അവരെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുകിൽ ഇമ്മാ റജുലുൻ സാലിഹ്, തെറ്റ് ചെയ്യുന്ന തിന്മകൾ ചെയ്യുന്ന ആളാണ് എന്റെ മക്കൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുകിബ്ബുൻ അലൽ മആസി, ദോഷം ചെയ്ത് തെമ്മാടികളായി ജീവിക്കുന്ന ആളായിരിക്കാം എന്റെ മക്കൾ. അങ്ങനെയെങ്കിൽ ഫലന്നകൂന അവ്വല മൻ യുഈനുഹു ബിൽ മാൽ, അവർക്ക് സമ്പത്ത് കൊടുത്ത് സഹായിക്കുന്ന ആദ്യത്തെ ആൾ ഞാനായി മാറൂല. നോക്കണട്ടോ, എന്തോ ഒരു വാക്കുകളാണത്. മരിച്ചു പോകുന്ന ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ പറയാൻ, എന്റെ മക്കൾ ഒന്നുകിൽ സ്വാലിഹീങ്ങളാണ്, അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിനാണ്. ഒന്നുകിൽ അവർ ദോഷികളാണ്, അവരെ ഞാൻ സഹായിക്കേണ്ടതില്ലല്ലോ. തെറ്റ് ചെയ്യുന്ന ആളുകളെ എന്തിനാണ് ഞാൻ സഹായിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി ഇവിടെ ഒന്നും വിട്ടേച്ചു പോകുന്നില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്. ബക്കാ ബുകാഅൻ സാഫിയാ, എന്നിട്ട് മക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പൊട്ടിക്കരയുകയാണ്. മക്കളുടെ മുഖം നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന അമാമകും ഖിയാറൻ, നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ തരികയാണ്, ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ഖിയാറൻ ബൈന അംറൈൻ, മക്കളോട് ഓരോ ആളുകളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം വിട്ടേച്ചു തരട്ടെ, ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്?
ഫഇമ്മാ അൻ തസ്തഗ്നൂ, ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് നൽകി വലിയ മുതലാളിയായി നിങ്ങൾ മാറും. ബൈത്തുൽ മാലിൽ നിന്ന്, എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു, നിങ്ങൾ വലിയ മുതലാളിയായി മാറും. വയദ്ഖുലു അബൂകുമുന്നാർ, നിങ്ങളുടെ ഉപ്പ പോകുന്നത് നരകത്തിലേക്കാണ്. നിങ്ങൾക്ക് ഞാൻ പൈസ തരാം, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് വസിയത്ത് ചെയ്തിട്ട് പോകാം, പക്ഷേ അത് കാരണമായി നിങ്ങളുടെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്കിഷ്ടം? അല്ല, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒന്നും തരാതെ നിങ്ങളുടെ ഉപ്പ സ്വർഗത്തിലേക്ക് പോകുന്നതാണോ ഇഷ്ടം എന്ന് മക്കളോട് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ മക്കൾ തെരഞ്ഞെടുത്തു, ഉപ്പാ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞങ്ങൾക്കിഷ്ടമെന്ന് നല്ലവരായ മക്കൾ ഉപ്പയോട് പറയുകയാണ്. അപ്പോഴാണ് ഇക്രിമ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ ഇൻദി 300,000 ദീനാർ, എന്റെ അടുത്ത് 3,00,000 ദീനാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകാം, അത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ ഡിവൈഡ് ചെയ്തോളൂ, മക്കൾക്ക് നൽകിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമ്പത്തിൽ നിന്ന് 3,00,000 ദീനാർ നൽകാം, അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകിക്കോളൂ എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഇക്രിമ എന്ന ചങ്ങാതി പറയുകയാണ്. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചത്, ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ? ഇതിനേക്കാളും കൂടുതൽ മക്കൾക്ക് ഇനിയും ആവശ്യമുണ്ടല്ലോ, ഈ സമ്പത്ത് കൊണ്ട് മരണം വരെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഇക്രിമയ്ക്ക് ബോധം വന്നത്, റഹിമകല്ലാഹു യാ അമീറൽ മുഅ്മിനീൻ ഹയ്യൻ വമയ്യിതാ, അല്ലാഹു നിങ്ങളോട് കാരുണ്യം ചെയ്യട്ടെ, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് 10-ൽ കൂടുതൽ മക്കളുണ്ടായിട്ടുണ്ട്, ഒരാൾക്കും ദാരിദ്ര്യത്തിന്റെ ആ ഒരു രുചി രുചിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഒരാൾക്കും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മാന്യമായ ഇസ്സത്തോടെ എല്ലാ മക്കളും ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. നേരെ മറിച്ച് വലിയ വലിയ മുതലാളിമാർ ആയിരക്കണക്കിന് സ്വത്തുകൾ, ലക്ഷക്കണക്കിന് സ്വത്തുകൾ മക്കൾ കിട്ടേച്ചു പോയിട്ട് ആ മക്കളൊന്നുമില്ലാതെ ദരിദ്രരായി ആക്രമിച്ച് തെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം, വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ളിആഫൻ ഖാഫൂ അലൈഹിം, മക്കളെ ഇട്ടേച്ച് മരിച്ചു പോകുമ്പോ എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എന്റെ മക്കൾക്ക് പ്രയാസം വരുമോ എന്ന് ഭയക്കുന്ന ആളുകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ എന്ന ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് ലോകത്തോട് വിട പറയുകയാണ്. മക്കൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒന്നും ഇട്ടേച്ചു വെക്കേണ്ട ആവശ്യമില്ല. വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ, നമ്മുടെ മക്കൾ നല്ലവരാണെങ്കിൽ അവരെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിനാണ്. ഇനി നമ്മളുടെ മക്കൾ തോന്നിവാസങ്ങൾ ചെയ്ത് അനാചാരങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എന്തിനാണ് ഉപ്പമാരെ, രക്ഷിതാക്കളെ ഹറാമിന് നമ്മൾ സഹായിക്കുന്നത്, ഹറാമ് ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ കൊടുക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അബൂലഹബിന്റെ സമ്പത്തോ അബൂലഹബിന്റെ മക്കളോ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അബൂലഹബ് നശിക്കട്ടെ, അബൂലഹബിന്റെ ഭാര്യയും നശിക്കട്ടെ, അബൂലഹബിന്റെ മക്കളെ കൊണ്ടോ അബൂലഹബിന്റെ സമ്പത്ത് കൊണ്ടോ അവനൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, അബൂലഹബ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇപ്പോ 10:10 ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ബാക്കി ഭാഗങ്ങളും കൂടി പൂർത്തീകരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഈ ഒരു സൂറത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ സൂറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തീം, ഹബീബിനെയോ അള്ളാഹുവിനെയോ എതിർക്കുന്ന ആളുകൾ, ഇവിടെ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചോർത്ത് നിങ്ങൾ ടെൻഷനാവേണ്ട. അവർക്കുള്ളത് അള്ളാഹു നൽകും. ഇന്നും അങ്ങനെ തന്നെയാണ്. ദുനിയാവിലും
ആഖിറത്തിലും അള്ളാഹു അവരെ പരാജയപ്പെടുത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പഠിച്ചു നോക്കാം. ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും മുസ്ലിമീങ്ങൾക്കെതിരെ ശബ്ദിച്ച ആളുകളുടെ മരണം എങ്ങനെയായിരുന്നു? എവിടെ നോക്കിയാലും നമ്മൾക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കാം. ആരാണ് ഇസ്ലാമിനെതിരെ കൂടുതൽ കുറച്ചത്, ശബ്ദിച്ചത്? ഇന്ത്യയുടെ പുറത്ത് ഏത് രാജ്യത്താണെങ്കിലും ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന ആളുകളുടെ അവസാന ജീവിതം എങ്ങനെ, അവരെങ്ങനെ മരിച്ചുപോയി, അവർക്ക് നാട്ടിലും സമൂഹത്തിലും ഉണ്ടായിരുന്ന സ്ഥാനമെന്ത് എന്ന് ആളുകൾ നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി ഇട്ടേച്ച് തരാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസും നമ്മുടെ അമലും നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ.